പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടയാക്കി തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ബൈബിളിൽ 34-ാം സങ്കീർത്തനം 1-ാം വാക്യം വളരെ വ്യക്തമായി നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. സ്തോത്രം. എപ്പോഴും നമ്മുടെ നാവിൽ സ്തുതിയാണ് ഇരിക്കേണ്ടത്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത്, നമുക്ക് ദൈവം നാവ് തന്നേക്കുന്നത് കർത്താവിനെ സ്തുതിക്കുവാനാണ്. പലപ്പോഴും പലതിലും നാം തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ അരുതാത്ത വാക്കുകൾ നമ്മുടെ നാവിൽ ഹല്ലേലൂയ വന്ന് അനേകരെ വിഷമിപ്പിച്ച് നിരാശപ്പെടുത്തി പലപ്പോഴും നമ്മുടെ നാവ് കൺട്രോൾ ചെയ്യുവാൻ സാധിക്കാതെ ഇരിക്കുന്ന പല ഘട്ടങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നമുക്ക് കർത്താവ് തരുന്ന സമയം, സ്തോത്രം, നമ്മുടെ നാവ് കൊണ്ട് നാം കുറ്റം പറയുകയോ സ്തോത്രം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ സമയം കളയുകയോ ചെയ്യാതെ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു വ്യക്തിയാകണമെന്ന് ഇന്നു പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിൽ കൂടെ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. സ്തോത്രം. എപ്പോഴും നമ്മുടെ നാവിന്മേലിരിക്കേണ്ടത് കർത്താവിൻ്റെ സ്തുതിയാണ്. സ്തോത്രം. കർത്താവിൻ്റെ വചനം പറയുന്നു, പുതിയ നിയമത്തിൽ യാക്കോബിൻ്റെ ലേഖനം 3:2 പറയുന്നു, നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായ സൽഗുണപൂർത്തിയുള്ള മനുഷ്യനാകുന്നു. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നാം എല്ലാവരും പലതിലും തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം വചനം പറയുന്നു, ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ, നാം ഒരു വാക്ക് പറയുമ്പോൾ, നാം ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ എങ്ങനെയാണ് നാം ഇടപെടേണ്ടത്, നാം എങ്ങനെയാണ് ഹല്ലേലൂയ ആ വ്യക്തിയോട് സംസാരിച്ചാൽ അവർക്ക് ഹല്ലേലൂയ എങ്ങനെ അവർ ഏറ്റെടുക്കും, ഭാരമാകുമോ, നിരാശയാകുമോ? സ്തോത്ര. നാം പറയേണ്ടുന്ന മാത്രം പറഞ്ഞ്, നാം ചിന്തിച്ചു മാത്രം ഹല്ലേലൂയ വ്യക്തമായ ഒരു ധാരണയോടുകൂടെ മാത്രം ഹല്ലേലൂയ നാം ഒരു വ്യക്തിയോട് ഇടപെടുവാൻ ഹല്ലേലൂയ നാം ഹല്ലേലൂയ പാടുള്ളൂ. ഹല്ലേലൂയ ദൈവത്തിൻ്റെ പൈതലെ, ഹല്ലേലൂയ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മിൽ നിറയുമ്പോൾ, നാം ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ ഏറ്റെടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ ക്രിയ ചെയ്യണം. സ്തോത്രം. ആ പരിശുദ്ധാത്മാവിൻ്റെ ക്രിയയാൽ നമ്മുടെ നാവിനെ പരിശുദ്ധാത്മാവ് കൺട്രോൾ ചെയ്യുവാനിടയാകും. ദൈവത്തിന് വിട്ടുകൊടുത്ത് പ്രാർത്ഥനയോടെ ദൈവവചനത്തോടെ ന്യായപ്രമാണത്തിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തി ജീവിതത്തെ ദൈവം തന്നെ നാവിനെ കൺട്രോൾ ചെയ്യുവാനിടയാകും. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, പലപ്പോഴും സംസാരിക്കുമ്പോൾ പല വ്യക്തികൾക്കും മുറിവ് പറ്റിയെന്ന് നമ്മുടെ ഉള്ളിൽ തോന്നുന്നുണ്ട് എങ്കിൽ ഇന്നു പകൽക്കാലം തീരുമാനമെടുക്ക്. ഹല്ലേലൂയ. ദൈവമേ, അങ്ങ് നീ നാവ് തന്നത് അങ്ങേ സ്തുതിക്കുവാനാണ്. എൻ്റെ നാവ് കൊണ്ട് ആർക്കും ഒരു ദോഷകരമായ വാക്കുകളോ, ആർക്കും ഒരു നിരാശ ഹല്ലേലൂയ വരുമാറുള്ള വാക്കുകളോ എൻ്റെ നാവിൽ മേൽ നിന്ന് വരരുത്. ഒരു ശാപ വാക്കുകൾ വരരുത്. സ്തോത്ര. ആവശ്യമില്ലാത്ത ഹല്ലേലൂയ വാക്കുകൾ ഹല്ലേലൂയ കർത്താവിനെ ആരാധിക്കുന്ന, കർത്താവിൻ്റെ വചനം പ്രസ്താവിക്കുന്ന, കർത്താവിൻ്റെ ഹല്ലേലൂയ വചനം വായിക്കുകയോ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നാവിൽ ആവശ്യമില്ലാത്ത ഭാഷകൾ, ആവശ്യമില്ലാത്ത ഹല്ലേലൂയ ഒരു വാക്കുകൾ പോലും വരുവാനിടയാകരുത്. ഹല്ലേലൂയ നാവ് തന്നേക്കുന്നത് കർത്താവിനെ സ്തുതിക്കുവാനാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, പലപ്പോഴും ഹല്ലേലൂയ നാം ഓർക്കും, നാം പറയുന്ന വാക്കുകളോ, നാം പറയുന്നതൊന്നും ഹല്ലേലൂയ ആരും കാണുന്നില്ല എന്ന്. എഴുന്നേൽക്കുന്നതും നിൽക്കുന്നതും എൻ്റെ കർത്താവ് അറിയുന്നു. നമ്മെ ശോധന ചെയ്ത് അറിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ നാം എവിടെ ഇരുന്നാലും എവിടെ പാർത്താലും ഹല്ലേലൂയ കർത്താവ് നമ്മെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നമുക്ക് തരുന്ന സമയങ്ങൾ ഹല്ലേലൂയ പാഴാക്കി കളയാതെ നമ്മുടെ വാക്കുകൾ സൂക്ഷിച്ച് ഹല്ലേലൂയ കൈകാര്യം ചെയ്ത്
കർത്താവിനെ സ്തുതിക്കുവാൻ, ഹല്ലേലൂയ, കർത്താവിൻ്റെ സന്നിധിയിൽ അടുക്കുവാൻ സമയം വേർതിരിക്കുക എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചന വെളിപ്പാട് അറിയിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഈ വചനത്തിൻ്റെ മുൻപേ നമ്മുടെ ഹല്ലേലൂയ നാവിനെ കൺട്രോൾ ചെയ്യുക. നാം നാവിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ മുഴുവനും ഹല്ലേലൂയ ഹല്ലേലൂയ കടിഞ്ഞാൻ ഹല്ലേലൂയ ആക്കുവാൻ, ഹല്ലേലൂയ നടത്തുവാൻ ശക്തനായ സൽഗുണ പൂർത്തിയുള്ള പുരുഷനായ ക്രിസ്തുവിൽ ഹല്ലേലൂയ ഉറച്ചു നിൽക്കാം. ഹല്ലേലൂയ കർത്താവിൻ്റെ വചനം പറയുന്നു, നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാനിട്ട് നടത്തുവാൻ ശക്തനായ സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം അനുസരിക്കുന്ന, വചനം പ്രസ്താവിക്കുന്ന, ആലോചനകൾ പറയുന്ന ഹല്ലേലൂയ അനേക വ്യക്തികൾ ഹല്ലേലൂയ ആത്മീയതയുടെ ഹല്ലേലൂയ വളരെ ആത്മീയത എന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ മുൻനിർത്തി കാണിക്കുകയല്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, കർത്താവ് നമുക്ക് തരുന്ന അഭിഷേകം, കർത്താവ് നമുക്ക് തരുന്ന സമയങ്ങൾ, കർത്താവ് നമുക്ക് തരുന്ന ഹല്ലേലൂയ ഈ ചലനം, ഹല്ലേലൂയ ഈ ആയുസ്, ഹല്ലേലൂയ ഈ ശ്വാസം നിലനിർത്തുന്ന സമയം, ഹല്ലേലൂയ ഈ നാവിൽ ആർക്കും ഒരു മുറിവോ ഹല്ലേലൂയ ആ വാക്കുകൾ കൊണ്ട് ആർക്കും ഹല്ലേലൂയ നിരാശയോ വരുവാനിടയാകരുതെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നാവിനെ നിയന്ത്രിച്ച് ക്രിസ്തുവിന് കീഴ്പ്പെട്ട് ഹല്ലേലൂയ ജീവിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി നമ്മിൽ വെളിപ്പെടുവാനിടയാകും. നാം തന്നെ നമ്മുടെ വാക്കുകളാൽ ഒരിക്കലും ബന്ധിക്കപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം വചനത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് കീഴ്പ്പെട്ടുകൊണ്ട് ദൈവസന്നിധിയിൽ, കർത്താവേ ഞാൻ പറഞ്ഞു പോയി, കർത്താവേ ഞാൻ സംസാരിച്ചു പോയി, കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, പല വിഷയങ്ങളും ഹല്ലേലൂയ മറുപടി നടക്കുന്നില്ല, ഹല്ലേലൂയ അതൊന്നും ലഭിക്കുന്നില്ല. ഹല്ലേലൂയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, പലപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലോ ഉപവസിക്കുന്നുണ്ടെങ്കിലോ നമ്മുടെ നാവിനെ കൺട്രോൾ ചെയ്യാതെ പല വാക്കുകൾ ഹല്ലേലൂയ തലമുറയോടാകട്ടെ, സഹോദരങ്ങളോടാകട്ടെ, ഭാര്യയോടാകട്ടെ, ഭർത്താവിനോടാകട്ടെ, ഹല്ലേലൂയ കൂട്ടുവിശ്വാസികളോടാകട്ടെ അരുതാത്ത വാക്കുകൾ പറഞ്ഞിട്ട് നീ പോയിരുന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം കേൾക്കത്തില്ല കേട്ടോ. ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ വിശ്വസ്തത പുലർത്തിക്കൊണ്ട് നാവിനെ ഹല്ലേലൂയ ദൈവത്തിന് സ്തുതിക്കുവാൻ നീ വിട്ടുകൊടുക്കുക. നിന്റെ വിഷയത്തിനൊരു ദൈവപ്രവൃത്തിയുണ്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു. യുവജനങ്ങളാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.